മോഹൻലാല് നായകനായി പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. സംവിധായകൻ പൃഥ്വിരാജാണ് എന്നതാണ് മോഹൻലാല് ചിത്രത്തിന്റെ മറ്റൊരു പ്രധാന ആകർഷങ്ങളിലെ ഒന്ന്. ചെന്നൈയിൽ ചിത്രീകരണം പൂർത്തിയാക്കിയതായി എമ്പുരാന്റെ സംവിധായകൻ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു. എമ്പുരാന്റേതായി തിരുവനന്തപുരത്ത് നടത്തുന്ന ചിത്രീകരണത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റും ശ്രദ്ധയാകർഷിക്കുകയാണ്. വമ്പൻ ഹിറ്റായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് മോഹൻലാല് നായകനായി നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ എന്നതിനാൽ അപ്ഡേറ്റുകൾ ചർച്ചയാകാറുണ്ട്. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായിട്ടായിരുന്നു പ്രധാനമായും മോഹൻലാൽ എത്തിയത്. ഖുറേഷി എബ്രഹാം ലൂസിഫറിന്റെ അവസാന ഭാഗത്തും പ്രത്യക്ഷപ്പെട്ടു. എമ്പുരാനിലും സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന കഥാപാത്രമായി മോഹൻലാല് ഉണ്ടാകുമെന്നും തിരുവനന്തപുരത്ത് നടത്തുന്ന ആ ചിത്രീകരണം മെയ് 16 ആയിരിക്കുമെന്നും ഒരു റിപ്പോർട്ടുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഖുറേഷി എബ്രഹാമായി ചിത്രത്തില് മോഹൻലാല് എത്തിയപ്പോൾ ആഗോള ബോക്സ് ഓഫീസിൽ 150 കോടി രൂപയിലധികം ബിസിനസ് നേടി ലൂസിഫർ തിളങ്ങിയിരുന്നു. ലൂസിഫറിലെ സ്റ്റീഫൻ നെടുമ്പള്ളിക്കായിരിക്കില്ല രണ്ടാം ഭാഗമായ എമ്പുരാനിലെ പ്രാധാന്യം എന്ന റിപ്പോർട്ടുണ്ട്. ഖുറേഷി അബ്രഹാമിന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കഥയായിരിക്കും എമ്പുരാന്റെ എന്നാണ് അപ്ഡേറ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലടക്കം എമ്പുരാൻ സിനിമ ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ട്. സംവിധായകൻ പൃഥ്വിരാജും മോഹൻലാല് നായകനാകുന്ന ചിത്രത്തില് നിർണായക വേഷത്തിലുണ്ടാകുമ്പോൾ ഗോവർദ്ധനായി ഇന്ദ്രജിത്ത്, ജതിൻ രാംദാസായി ടൊവിനോ തോമസ് തുടങ്ങിയവരും ഉണ്ടാകും എന്നത് ആരാധകരെ ആവേശത്തിലാക്കുന്നതാണ്. പ്രധാന കഥാപാത്രങ്ങളായും ലൂസിഫറിലെ സയ്യിദ് മസൂദിന് രണ്ടാം ഭാഗത്തില് കുറച്ചധികം പ്രാധാന്യമുണ്ടാകും. മലയാളത്തിന് പുറത്തെയും വമ്പൻ താരങ്ങളുണ്ടാകും.